മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. പലരുടെയും എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടില്ലേ. ചില അപ്പാവികളുടെ ദൈവസ്നേഹമാണ് തണുത്തു പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് അധർമ്മം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയണ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല വീടുകളിൽ അധർമ്മം അനുഭവിക്കുന്നത് ഒത്തിരി പേരുണ്ട്. അധർമ്മം അനുഭവിക്കുന്നവരുണ്ട്. കാര്യം വീടുകളിൽ പലതരത്തിലുള്ള അധർമ്മം വരും. ചിലപ്പോൾ മൂത്ത മകനെ ഓടായിരിക്കും ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹം. അപ്പോൾ ഇളയവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാഴ്സൽ ചെയ്യാൻ അവർ നോക്കും. ചിലപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് ഇവരെല്ലാത്തിൻ്റെയും കയ്യിലെടുക്കും. അപ്പനെയും അമ്മനെയും ഒക്കെ അവർ പാക്ക് ചെയ്യും. ഇളയ മരുമകൾക്ക് അത്രയും ചാതുര്യം ഉണ്ടാകത്തില്ല. അവർ നീതി ബോധമായിട്ട് ജീവിക്കണമെങ്കിൽ ആൾക്കാരെ കൈ സോപ്പിടാനൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ സോപ്പിടുന്നതിൻ്റെ കൂടെ അവർ സോപ്പിട്ട് പതപ്പിച്ച് ഈ ആൾക്കാരെയും കൊണ്ട് പോകും. അപ്പോൾ അവരുടെ സ്വത്തും മകവും കാര്യങ്ങളെല്ലാം അവർ സോപ്പിട്ടെടുത്ത ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പോലും ചില സമയത്ത് കഷ്ടപ്പെടും. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ആരും കുഞ്ഞ് ഉടുപ്പുണ്ട ക്രിസ്മസ് അല്ലേ വരണത്, അങ്ങനെ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും ചോദിക്കത്തില്ല. പക്ഷേ അവരുടെ മക്കളുടെ അവർക്കിഷ്ടമുള്ള മക്കളുടെ കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് കേൾക്കുകയും ചെയ്യും. അപ്പോഴിവർ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊന്തയില്ലോ പറയും, ഈ പന്നി കൊന്തയിലിട്ട് വല്ല കാര്യമുണ്ടോ, ഇവരുടെ കയ്യിരിപ്പ് ഇത്രയും മോശമില്ല, അധർമ്മം വർദ്ധിക്കണില്ലേ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പം അമ്മച്ചിക്ക് മൂത്ത മകളോടാ അല്ലെങ്കിൽ മരുമകളോടാണ് ഇഷ്ടം. അപ്പോൾ ഇവരുടെ സ്വത്തെല്ലാം അവിടെ കൊടുക്കുക. ഇവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടതല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുങ്ങൾ ചോദിക്കും, ദൈവമേ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മുടെ കാര്യം ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ആ വല്യമ്മ തള്ളേനെ ഇവിടെ വന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ പാ എന്ന് വിളിക്കണത്. പിന്നെ ഇവർ വിളിച്ചാൽ പന്നി പോകുമെന്ന് പറയും. അധർമ്മം വർദ്ധിക്കുന്നതാണ് വീട്ടിലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകണം മക്കളെ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകണം ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ദൈവത്തിരുസന് ഇതിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പം അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താ പറയണത്? 24:10 എന്താ പറയണത്? സ്നേഹം തണുത്ത് പോകും. പക്ഷെ അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്നേഹം തണുത്ത് പോണതാണോ എന്നറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഈ വലിയമ്മ തള്ളയെ വെച്ചുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ മരുമക്കളെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. വലിയമ്മ തള്ള പള്ളിക്ക് കയറേണ്ട കാര്യമില്ല. അതിനേക്കാളും വലിയ ബെസ്റ്റല്ലേ മരുമക്കൾ വന്ന് ലാൻഡ് ചെയ്യണവരെ. അപ്പോൾ ഇവർ ഓരോരുത്തർക്ക് നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു പെശകാണ്. പ്രാർത്ഥന വേറെ, പ്രവർത്തനം വേറെയാണ് കുടുംബത്തിൽ. അത് കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിശ്വാസമില്ല. ഇളയ മരുകൾ എന്തിനാണ് കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്ന സമയത്ത് കൊച്ചിനെ നുള്ളി നോവിച്ച് നിലവിളിപ്പിച്ച് എന്തിനാണ് അവൾ പുറത്തു പോണത്? അവൾക്ക് ഇതിനോടൊരു പ്രതിഷേധമാണ്. ഇളയ മരുമകളെ ആ കൊച്ചിനെങ്ങനെ പാല് കൊടുത്ത് വെറുതെ ഉറങ്ങി കിടന്ന കൊച്ചിനെ എടുത്ത് നുള്ളു ഇരുട്ടത്ത് വെച്ചോണ്ട് അവരുടെ കായിന്ന് പറഞ്ഞാൽ നിലവിളിക്കും. ഓരോരോ പറഞ്ഞ് ഇവൾ ചാടി പുറത്ത് വീഴും. അവളുടെ മനസ്സിരിക്കണത് എന്തിനാണ്? ഈ പണ്ടാരത്തിലൂടെ പ്രാർത്ഥിക്കണ നല്ലത്, ഒറ്റക്ക് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും. അധർമ്മം വർദ്ധിക്കുന്നുണ്ട. അത് വർദ്ധിക്കുമ്പോൾ ദൈവസ്നേഹം തണുത്തു പോവുകയാണ്. ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പല ദൈവസ്നേഹവും അളക്കണതും തൂക്കണതും അത് വെരിഫൈ ചെയ്യണതെല്ലാം വീട്ടിലുണ്ടാകുന്ന ചില ചിലവർ ഇവരെന്തിനാ കുർബാന സ്വീകരിക്കണത്? ഇവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ആ നാട്ടിൽ നിന്ന് ഓടിക്കളയെന്ന് പറയും. കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയിരിക്കണത്. വീട്ടിൽ കാണിക്കുന്ന അപ്പം നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ
ഉടമ്പടിയിലൊരു വാക്കുണ്ട്, യശ്രൂം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ്നയുടെ സാക്ഷ്യങ്ങളാണത് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കലിൽ നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ പൊട്ടിപ്പോയി, നടുവ് വളഞ്ഞിരിക്കുകയാണ്, എല്ല് വളഞ്ഞിരിക്കുകയാണ്, പൊട്ടിപ്പോയി. ആ പൊട്ടിയ വളഞ്ഞ നടുവെല്ലും കൊണ്ട് തന്നെ വീണ്ടും മെഡിക്കലിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളോട് കുറേ വാക്കുകൾ പറയും. കർത്താവിനോട് അവൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കയറിപ്പോവും, ചിലപ്പോൾ ഞാൻ വീണു പോകും. ഒരു കാര്യം നമ്മളൊരു ധാരണ വേണം, ഞാൻ തോറ്റാലും വീണാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു ഉടച്ചിലും ഉണ്ടാകത്തില്ല, ഒരു പോറൽ പോലും ഏൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് ഇവിടെ നാവിലേക്ക് പറയും, ഭയങ്കര ഒരു വചനം കൊടുക്കും, അഭിഷേക വചനമെന്ന് പറയും. അത് ഈ ജീവിതത്തിൽ 1-2 അഭിഷേക വചനങ്ങളെങ്കിലും നമുക്ക് കിട്ടണം. എന്നുവെച്ചാൽ അഭിഷേകം എന്ന് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പോയിന്റിൽ ദൈവം നൽകുന്ന ഒരു കൈ ഇങ്ങനെ നീഴുക. ഇപ്പം നമ്മൾ ചെളിയിൽ മുങ്ങിപ്പോവുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ചുറ്റും ആരുമില്ല, അപ്പോഴാണ് ഒരു കൈ നീണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ കയ്യൊക്കെ നമ്മൾ പിടിക്കത്തില്ലേ? അതുപോലെയാണ് ഈ അഭിഷേക വചനത്തിൻ്റെ സംഭവം. ഇവളുടെ സത്യസന്ധത ഡിക്ലെയർ ചെയ്ത്, എന്താണ്, എൻ്റെ നടുവെല്ല് വളഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ മെഡിക്കലിന് തോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോറ്റാലും ഒരു കാര്യം സത്യമാണെന്ന് എനിക്കറിയാം, എന്താണ്, നമ്മളുടെ റിലേഷന് ഒരിക്കലും ഒരു ഉടച്ചിൽ വരുത്തില്ലെന്ന് പറയും. ഇത് വരുമ്പോൾ ഇവളെ കർത്താവ് യശ്രൂമെന്ന് വിളിക്കും. യശ്രൂം എന്താ അർത്ഥം? എന്താ? എന്നിട്ട് ഇവരോട് പണ്ട് ഇവൾ പഠിച്ച വചനം ആത്മാവ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എന്താ പറയണത്? അത് ഭയങ്കര രസമാക്കി വയ്ക്കാൻ. നിയമാവർത്തനത്തിൻ്റെ 33:26 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 33:26. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതാണ് സംഭവം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്നതിന് പകരം പറയണ, യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതിങ്ങനെ പണ്ടെവിടെയോ അവൾ മനസ്സിൽ സൂക്ഷിച്ചൊരു സാധനം ഈ ഒരു ഡേഞ്ചറസ് ജംഗ്ഷനിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നൊരു കൈ പോലെ കൊടുക്കുകയും, യശ്രവും, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ലെന്ന് വെച്ചാൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത വചനം എന്താ? നിന്നെ സഹായിക്കാൻ, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. യേശു ഇപ്പം ദൈവത്തിൻ്റെ മഹത്വപൂർണനുമായ, ആരാധ്യനായ, അജയനായ, ഐശ്വരൂഢനായ, മേഘസംവാഹകനായി കർത്താവ് വരികയാണ് ഇവളുടെ ജീവിതത്തിലോട്ട്. ആദ്യമായി ഈ അൾത്താരയിൽ നിൽക്കാൻ, ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് ഇടുക്കി തൊടുപുഴയിൽ നിന്നാണ്. എൻ്റെ പേര് സരിത അജിത്ത്. ഞാൻ ആദ്യമായി 2024 മാർച്ച് 21 എൻ്റെ കൂട്ടുകാരി ഒത്ത് കൃപാസനത്തിൽ വരുന്നത്. കൂട്ടുകാരി അറിഞ്ഞാണ് ഞാൻ വരുന്നത്. അതിനുശേഷം 2024 മാർച്ച് 22 ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ ആദ്യമായി വന്നപ്പം മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പോയി 22 മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ എനിക്ക് ഒരുപാട് അനുഗ്രഹമായി തീർന്നു. 22 ഉച്ച കഴിഞ്ഞ് ഇത് എൻ്റെ മൂത്ത മകൾ ആദിത്യ, ഇളയ മകൾ ലിത്യാശ്രീ. 22 ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ മകളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഞാൻ നേരിടേണ്ടി വന്നത്. ഞാൻ 2023 പുതിയതായി ഒരു വീട് വെച്ച്
വാടക വീട്ടിൽ നിന്ന് താമസം മാറിയത്. എന്നെക്കുറിച്ച് അവിടെ അറിയാത്തത് കൊണ്ടായിരിക്കാം തൊട്ടടുത്തൊരു അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇളയ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അവൾ നോർമലല്ല. ഞങ്ങൾ ചികിത്സിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾക്ക് ഉള്ള ബുദ്ധിമുട്ടിൽ അവൾ സ്വാഭാവികമായിട്ട് അവിടെ ശരീരം തന്നെ നോവിക്കുകയും പിച്ചുകയും കടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് കൗൺസിലിംഗ് കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ പുതിയതായി ചെന്നത് കാരണം എന്നെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അംഗൻവാടി ടീച്ചർ മുഖേന ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി. മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം. അപ്പം കുട്ടിക്ക് കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം കുട്ടി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി. പഠിക്കുന്ന സ്കൂൾ വഴിയാണ് പോയത്. ഇതറിയാതെയാണ് ഉച്ച കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയായപ്പോഴാണ് ഞാൻ ആ സ്കൂളിൽ ചെല്ലാനിടയായത്. ചെല്ലുമ്പോൾ CWCക്കാർ എൻ്റെ കുഞ്ഞിനെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവളെ ക്വസ്റ്റ്യൻ ചെയ്ത് അവൾക്കറിയാവുന്നതും സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്നെ മാറ്റി ഒരു റൂമിലിരുത്തി. ഞാനിതൊന്നും അറിയാതെയാണ് അവിടെ ചെന്നെങ്കിൽ പോലും കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാനതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കാരണം ഞാൻ അതിനെ നേരിട്ടു. എന്നെ മാറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ മോളും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. എന്നാലും CWCക്കാർ കുട്ടിയെ വിട്ടുതരാൻ തയ്യാറായില്ല. അവിടുന്ന് തൊടുപുഴ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ശരീരങ്ങൾ ടെസ്റ്റ് പരിശോധിക്കുകയും കുഞ്ഞിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ അവളിൽ നിന്ന് അവർക്ക് പോസിറ്റീവായ ഒന്നും കിട്ടിയില്ല. എല്ലാം എനിക്ക് കാരണം ഞാൻ സത്യസന്ധമായിട്ട് അതിനെ നേരിടുന്നതുകൊണ്ട് CWCക്കാരുടെ കൂടെ വന്ന പോലീസിൻ്റെയും എൻ്റെ കുട്ടിയുടെയും കൂടെ ഞാൻ ആശുപത്രി പോവുകയും മാതാവിൻ്റെ ഫോട്ടോ അപ്പോഴേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തു. അമ്മേ സത്യം എന്നതാണോ അത് പുറത്തു വരണം. ഇപ്പം ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ച ഒരു ഇതിലാണ് ഞാൻ ഈ ആശുപത്രിയുടെ ഇതിലിരിക്കുന്നത്. എന്നെ അറിയാവുന്നവരും ഇവിടെ എന്നെ ആദ്യമായി കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരിയും അറിഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ കടയിൽ ജോലി ചെയ്യുന്നിടത്തു നിന്ന് അവർ ഓടി വന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതന്നേ ഉള്ളൂ, എൻ്റെ സത്യസന്ധത എനിക്ക് വെളിയിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 1.5-2 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം എൻ്റെ കുഞ്ഞിനെ CWCക്ക് ചൈൽഡ് വെൽഫെയറുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. എന്നെ കുട്ടിയെ വിട്ടു തരാതെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയതുപോലെ തന്നെ സത്യം വെളി വന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കുന്ന പേപ്പറുകളും കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ മൂത്ത മോൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിടുമ്പം അതേ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മോള് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുകയാണ്, BSc നേഴ്സിംഗ് പഠിക്കുമ്പോൾ ആ പോലീസുകാരുടെ മുന്നേ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് കോളേജിൽ നിന്ന്. മോൾക്ക് സുഖമില്ല, മോളുടെ വയറ് വീർക്കുകയാണ്, മോൾക്ക് നടക്കാൻ പറ്റുകയില്ല, സ്റ്റെപ്പ് കയറാൻ പാടാണ് എന്നും പറഞ്ഞ് കോൾ വരുന്നു. അപ്പം ഈ പോലീസുകാരോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കുന്നത്. എൻ്റെ മൂത്ത മോളാണ് എന്നെ വിളിക്കുന്നത്. എന്നാന്നറിയത്തില്ല, ഫോൺ എടുത്തോളാൻ പറഞ്ഞു. സംസാരിച്ചു. അപ്പം മോള് പറയുന്നു ആശുപത്രി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഉറച്ചു വിളിച്ചു. എന്നെല്ലാം പ്രതിസന്ധി ഞാൻ അവിടെ വന്നു. അപ്പോൾ എന്നെ ഈ പ്രതിസന്ധികൾ നേരിടാനാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ പരീക്ഷിക്കല്ലേ, എന്നെ തളർത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് കുട്ടിയെയും കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ 3-4 ദിവസം എനിക്ക് വിശപ്പും ദാഹവും ആഹാരവും ഇല്ല, ഭക്ഷണവും ഇല്ല. 3-4 ദിവസം ഞാൻ ഒരുപാട് വേദനയിൽ തളർന്നു. എന്നാ ചെയ്യണ്ടെന്നറിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനസ്സുകൊണ്ട് ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലല്ല, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറയും, കരയും. ഞാൻ അമ്മയെ ഉടമ്പടി എടുത്തേക്കാം, എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ, എൻ്റെ മകളുടെ അസുഖങ്ങൾ മാറണേ, എൻ്റെ കുഞ്ഞിനെ വിട്ടു തരണമേ, ഞാൻ ഉടമ്പടി എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ കുഞ്ഞിനെ മൂത്ത മകളെ പോയി പെട്ടെന്ന് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ട സ്ഥിതിയായി. കൂട്ടിക്കൊണ്ട് വരുന്നു. തൊടുപുഴ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെയും പറയുന്നു ക്യാൻസറിൻ്റെ ലക്ഷണമാകാം, അല്ലെങ്കിൽ TB ആയിരിക്കാം. അവൾക്ക് നടക്കത്തില്ല, മൂത്ത മോൾക്ക് നടക്കുകയില്ല. ആകെ വാടിത്തളർന്ന് വയറും വീർത്ത്. ആദ്യമൊക്കെ ഫുഡിൻ്റെ അന്നും കൊണ്ട് തള്ളിവിട്ടു മാസങ്ങൾ. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു. അവിടെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ അടുത്താവും, ബയോപ്സി ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും രൂപയൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. എൻ്റെ മകളുടെയും കരച്ചിൽ കണ്ട് ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തന്നു, ലെറ്റർ തന്നു വിട്ടു. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 3 ദിവസം കൊണ്ട്. അപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ അമ്മ മാതാവിനോടാണ് കാര്യങ്ങൾ പറയുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് ധൈര്യം തരണം, എനിക്ക് വേറെ ആരുമില്ല, എന്നെ തളർത്തല്ലേ,
അമ്മമാരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം. അപ്പോഴും എനിക്ക് പ്രാർത്ഥന അറിയുകയില്ല. അപ്പോൾ യൂട്യൂബിലെ ഈ സാക്ഷ്യങ്ങൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാൻ ഇടയായിട്ടില്ല. അപ്പോഴും ഞാൻ അമ്മമാരോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആശുപത്രി പോക്കും കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം. ഇതിനിടയിൽ എൻ്റെ ഇളയ മകളെ ചൈൽഡ് വെൽഫെയർ വെച്ചേക്കുന്ന ഹോസ്റ്റലിൽ പോകണം, അവിടെ കാണും, കുഞ്ഞിനെ കാണും. അവിടെ ചെല്ലുമ്പോൾ അവളുടെ പ്രതിസന്ധികളും വേദനകളും പറയും. അവിടുന്ന് അതും എല്ലാ വേദനകളും ഞാൻ താങ്ങി എൻ്റെ അമ്മമാരോട് അപ്പോഴും പ്രാർത്ഥിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. സാധാരണ അവിടെ കൊണ്ടുപോയാൽ ഭയങ്കര താമസവും. ഞാൻ ഇതിനു മുന്നേ കോട്ടയത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോളെയും കൊണ്ടുപോയി ഈ ഡോക്ടർ തന്ന ലെറ്ററുമായിട്ട് ചെന്നു. 3 ദിവസം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്, അവൾ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു. ബയോപ്സി ക്യാൻസർ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിന് ക്യാൻസർ ആണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊള്ളും, ഞാൻ ചാകും. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. എന്നെ തളർത്തല്ലേ, എനിക്ക് അമ്മയേ ഉള്ളൂ. ബയോപ്സിക്ക് കയറ്റുമ്പോഴും ഞാൻ വാതിൽ അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുക. അമ്മ നീ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനായി ഈശോയും അമ്മ മാതാവും മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും വരില്ല. ഡോക്ടർമാർ പറയുന്ന പോലെ TB ആയിക്കോട്ടെ, കുഴപ്പമില്ല, ക്യാൻസർ ആകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടെല്ലാം വന്നു. എൻ്റെ കുഞ്ഞിന് എന്താണ് അസുഖം തെളിഞ്ഞു, TB ആയിരുന്നു. ആ അസുഖത്തെക്കുറിച്ച് അവൾ പറയും, അതിന് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോഴും എൻ്റെ കുഞ്ഞ് CWCയിലാണ്, ചൈൽഡ് വെൽഫെയറിൻ്റെ കീഴിലാണ് ഇളയ മകൾ. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. ഇതിനോടകം അംഗൻവാടി ടീച്ചറുമായിട്ടും സ്കൂൾ ടീച്ചറുമായിട്ടും പൊരുതി. എൻ്റെ കുഞ്ഞിനെ വിട്ടു തന്നില്ല, ഞാൻ ടീച്ചറിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്ന മനുഷ്യാവകാശ കമ്മിറ്റി വരെ ഞാൻ വിളിച്ചു വരുത്തി. പത്തനംതിട്ട വടശ്ശേരിക്കരയെന്ന് അവർ വന്നു, എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാൻ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ചൈൽഡ് വെൽഫെയറിൽ കാണിച്ചു. 48ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത്. അപ്പം ഇതിനോടൊക്കെ ഞാൻ അമ്മമാരനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നല്ല രീതിയിൽ തന്നാൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ ജൂൺ 6 2024 6 വന്ന് ഉടമ്പടി എടുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എൻ്റെ മൂത്ത മോളെയും കൊണ്ട് ആശുപത്രി പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനോട് അസുഖങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആഗസ്റ്റ് 29 ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ അനുവാദം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മകളെ കൊണ്ട് വരുമ്പം അവിടെ ഓരോ മൂലയ്ക്ക് മാറി മാറി ഇരുന്ന്, എൻ്റെ കുഞ്ഞിന് വയറ് വീർത്തിട്ട് നടക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, ഗുളികകൾ കഴിക്കുക കേട്ടോ. അതിൻ്റെതായ ബുദ്ധിമുട്ടും തളർച്ചയും ക്ഷീണം. ഓരോ മൂലയ്ക്ക് ഓരോ കസാരയിലും മാറി മാറി ഇരുന്ന് ഞങ്ങൾ 5:30 ആയപ്പം വന്നതാ. അച്ഛനെ കാണുമ്പോൾ ഏകദേശം ഒരു 11 മണിയായി. അച്ഛനെ കണ്ടു കഴിഞ്ഞ് പോയി അവൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട വന്നില്ല. എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യമായി. അമ്മയെ ഞാൻ കൂട്ടുപിടിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഓരോ കാര്യത്തിനും അമ്മ എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കൃപാസനത്തിൻ്റെ വാതിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ എങ്ങനെ നഷ്ടപ്പെട്ടു, ആ അമ്മയുടെ അടുത്ത് വരുന്ന ഒരു ഫീലാണ് എനിക്ക്. എൻ്റെ അമ്മയുണ്ട് ഇവിടെ. ഞാൻ വരുമ്പം പ്രാർത്ഥിച്ചും കരഞ്ഞുമായിരിക്കും. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം കരയാറുണ്ട്. പക്ഷെ കൃപാസനത്തിൽ വന്നാൽ ഒരു പരിധി വിട്ട് ഞാൻ കരയാറില്ല. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയുള്ളൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വരുന്ന പോലെ ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അമ്മയുടെ എൻ്റെ വേദനകളും ഒരുപാട് കരഞ്ഞും തളർന്നു വരുന്ന ഞാനാണ്. എൻ്റെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മമാരെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ് അങ്ങനെ കരയാറില്ല. ഞാൻ കാര്യങ്ങൾ പറയും, അമ്മയോട് സംസാരിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവിവരങ്ങൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾ പറയും. എൻ്റെ പേര് ആദിത്യ. ഞാൻ ആന്ധ്രയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. എനിക്ക് 1 വർഷം മുന്നേ അബ്ഡോമിനൽ TB ആയിരുന്നു. അതിങ്ങനെ അൾട്രാസൗണ്ട് വഴി ചെയ്തപ്പോൾ ഒമെൻ്റൽ തിക്കനിങ് ഉണ്ടായിരുന്നു. പിന്നെ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അസൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ലിവർ പ്രോബ്ലം ആയിരിക്കും. അതൊക്കെ ചെയ്തിട്ടൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ പറഞ്ഞു ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ TB ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് TB കൺഫേം ആയി. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലൊന്നും പോകുന്നില്ലായിരുന്നു. വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ സെം എക്സാം ഒക്കെ വരുന്നത് കാരണം എക്സാമിന് ഏകദേശം 1 മാസം മുന്നേ കോളേജിലേക്ക് തിരിച്ചു പോയി. ആ സെം ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പം എനിക്ക് നല്ല വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അമ്മ പറയും, മാതാവിൻ്റെ കശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്ക്, തൈലം തേക്ക്, ഉപ്പ് ഇട്ട് വെള്ളമൊക്കെ കുടിക്ക്, ശരിയാവും എന്ന് പറയും.
അപ്പം ഞാൻ ആദ്യമേ വിശ്വസിക്കത്തൊന്നും ഇല്ലായിരുന്നു, ഇതിലങ്ങനെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൈലമൊക്കെ എടുത്ത് വയറ്റി തേച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നതോറും എനിക്ക് ശരിക്കും ആ തൈലം തേച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വയറുവേദനയൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എനിക്ക് ചെറിയ ആദ്യം അമ്മയോട് ചോദിക്കായിരുന്നു, അമ്മ എന്ത് ഇതൊക്കെ വിശ്വസിക്കുന്നത്, സൈക്കോ വല്ലതും ആണോ എന്നൊക്കെ അമ്മയോട് ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ ഇതുപോലെ വേദനയൊക്കെ കുറയുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. ഞാൻ ഡെയിലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയി എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ പഠിക്കാൻ നേരത്ത് മാതാവിനെ വെച്ചിട്ട് പഠിച്ച് ആ എക്സാം എഴുതി ആ എക്സാം പാസ്സായി ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്. അപ്പം ജോസഫ് അച്ഛനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് തൈലമൊക്കെ വയറ്റി തേച്ച് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ സെം എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ ക്ലാസ്സിൽ പോകാണ്ട് അധികമൊന്നും പഠിക്കാണ്ട് എഴുതിയ എക്സാം നല്ല മാർക്കോടെ പാസ്സായി. അത് ക്ലാസ്സിൽ എഴുതിയ പിള്ളേരുടെ ഒക്കെ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 3rd വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ജോസഫ് അച്ഛനെ കണ്ടിട്ട് പോയി 1 മാസം കഴിഞ്ഞ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അസൈറ്റിസ് ഫ്ലൂയിഡൊക്കെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ചെയ്തോ, എന്നാലും നിർത്തണ്ടെന്ന് പറഞ്ഞു. ട്യൂബർകുലോസിസിൻ്റെ ഡ്രഗ് എടുക്കുമ്പോൾ കുറേ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോകാം, കിഡ്നിയിൽ ബാധിക്കാം, ലിവറിൽ ബാധിക്കാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വന്നത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ് പോവായിരുന്നു. അതായത് ഈ തലയോട്ടിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ പറഞ്ഞ് വരുമായിരുന്നു. അറ്റം ഫുള്ളായിട്ടുള്ള മുടി ഇങ്ങനെ പിഴുത് വരുമായിരുന്നു. ഓരോ തവണ മുടിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കുന്നു മുടിയോളം കയ്യിൽ വരുമായിരുന്നു. കുളിക്കുമ്പോഴാണെങ്കിലും ശരി, ഫുൾ മുടി. എനിക്ക് ചെറുപ്പം തൊട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മുടിയുള്ള ആളായതാണ് എനിക്ക് നല്ല വിഷമമായിരുന്നു. തൈലം അതൊക്കെ തേച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മുടിയൊക്കെ വളർന്നു. എല്ലാ രീതിക്കും മാതാവ് എനിക്ക് നല്ല രീതിക്കുള്ള അനുഗ്രഹങ്ങളാണ് തരുന്നത്. എക്സാം എഴുതുന്ന ടൈമിലാണെങ്കിലും ഈ തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് എക്സാമൊക്കെ എഴുതി. ഇതുവരെ എഴുതിയ എക്സാമുകളൊക്കെ ഞാൻ പാസ്സായി. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് എഴുതിയ എക്സാമും പാസ്സായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെ ചോദിച്ചതിൽ ഞാനിപ്പോൾ ഞാൻ ഖേദിക്കുകയാണ്. കാരണം അത്ര വിശ്വാസമായി എനിക്കും ഇപ്പം മാതാവിൻ്റെ അടുത്ത്. മരുന്ന് കഴിച്ചതിൻ്റെ അവൾ വിട്ടുപോയതാണ്. അവിടെ കാല് ശോഷിക്കുകയും അവിടെ മുടി പൊഴിഞ്ഞ് തല മുട്ടയായതുമാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച കാര്യമാണ്. കാരണം മുടിയുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഈ നെറ്റി എല്ലാം നല്ലോണം കഷണ്ടിയായി, മുടിയൊന്നുമില്ലായിരുന്നു. അവിടെ ഫോണിൽ ഫോട്ടോയുണ്ട്, മുടി പൊഴിഞ്ഞു പോകുന്ന. ഓരോ തവണയും അവൾ കോളേജിൽ നിന്ന് എനിക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോഴും ഞാൻ പറയും കുഴപ്പമില്ല, അമ്മ മാതാവ് എല്ലാം തരും, ഈശോ അനുഗ്രഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണ കാച്ചി ഇവിടുത്തെ തൈലം 2-3 തുള്ളി അതിനകത്ത് ഒഴിച്ച് കൊറിയർ അയച്ചു വിടും എൻ്റെ മോൾക്ക് തലയിൽ പെട്ടാൻ. അങ്ങനെയാണ് അവൾക്ക് മുടി വളർന്നത്. പിന്നെ എനിക്ക് അല്ലാതെ ഒരുപാട് ഞാൻ 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല കൂടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഭാഗ്യം ഉണ്ടെങ്കിൽ അതിന് കൂടാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ അതിൽ നല്ലോണം പ്രാർത്ഥിച്ചു, എന്നെ അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ അമ്മ അനുഗ്രഹിക്കണമേ ഈശോയെ. എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, തലവേദനയുണ്ട്, ഓവറിൽ സിസ്റ്റ് ഉണ്ട്, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. പക്ഷേ ഈ അസുഖങ്ങളെല്ലാം ഓരോന്ന് വരുമ്പോഴും ഞാൻ അമ്മയുടെ തൈലം, എൻ്റെ വെരിക്കോസ്, ഞാൻ ഒരു 10-12-13 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഒരു 13 വർഷമായിട്ട്. അപ്പോൾ ആ കാലിൻ്റെ വേദന എനിക്ക് ഭയങ്കരമായിട്ട് തളർത്തു. എനിക്ക് കാല് കട്ട് കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇടത്തെ കാലിൽ ഓരോ ബോൾ പോലെ, ചെറിയ ബോൾ പോലെ ഞരമ്പുകൾ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കും, വെരിക്കോസ് വെയിൻ്റേത്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ ഉരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഗുളിക തന്നു. ആ ഗുളിക അതുപോലെ തന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചതല്ലാതെ അതിനകത്ത് അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ അതിനകത്ത് ഒരു ഗുളിക പോലും എടുത്ത് കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് തുടങ്ങി എൻ്റെ തൈലം എടുത്ത് കാലേന്ന് നേരെ മേളിലോട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മസാജ് ചെയ്ത് പ്രാർത്ഥിക്കും. അമ്മ എൻ്റെ കാലിൻ്റെ വേദന കുറച്ച് തരണമേ, എനിക്ക് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്, എന്നെ തളർത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഇടത്തുകാലിൻ്റെ
വിരലിൽ എന്തോ പിടിച്ച് വലിക്കുമ്പോൾ നമുക്കൊരു ഇത് വരും, ആ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ കാലിൻ്റെ മടക്കിൻ്റെ തൊട്ട് താഴെ ഒരു ബോൾ പോലൊരു ഞരമ്പ് ചുരുണ്ട് കൂടി കിടപ്പുണ്ട്. അതിങ്ങനെ പിടിച്ച് വലിച്ച് ചുരുണ്ട് നിൽക്കുന്ന പോലെ, ഒരു നല്ല ഉറക്കത്തിലാണ് ഞാൻ, ചുരുണ്ട് നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു. അപ്പോൾ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് ഞാൻ ഓർത്തു എൻ്റെ കാലിൻ്റെ ഞരമ്പ് പൊട്ടാൻ പോവുക, ഡോക്ടർ ഇങ്ങനെയല്ലേ പറഞ്ഞ ഞരമ്പ് പൊട്ടാൻ പോവുക. ആ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് എൻ്റെ ഒരു വിരലും കൊണ്ട് പെട്ടെന്ന് ഞാൻ അതേ കുരിശ് വരച്ചു. പക്ഷെ ഞാൻ പെട്ടെന്ന് കിടന്നു, കുരിശ് വരച്ചു. അമ്മ എന്നെ പരീക്ഷിക്കരുത്, രാത്രിയാണ്, ഞാൻ താമസിക്കുന്ന ഉൾഗ്രാമമാണ്, അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ ദൂരമാണ്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എന്നെ പരീക്ഷിക്കരുത്. അത്ര മാത്രം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ രാവിലെ എണ്ണീറ്റാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, എൻ്റെ കാലിൽ എന്നാ പറ്റിയത്. അപ്പോൾ ഞാൻ ഭർത്താവിനെ, എൻ്റെ മകനെ എൻ്റെ കാല് കാണിച്ചു. ഇന്നലെ രാത്രിയിൽ എനിക്കുണ്ടായ സംഭവത്തിൽ എൻ്റെ കാല് ശരിക്കും നല്ല കറുത്ത പച്ച ഞരമ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിൽ ഒത്തിരി മാറ്റമുണ്ട്. ആ ബോൾ പോലെ കിടന്നതെല്ലാം നിരപ്പായി. പിന്നെ ചെറിയൊരു പുകച്ചിൽ മാത്രമല്ല, കട്ടുകഴപ്പ്, വേദന, അതെല്ലാം മാറിക്കിട്ടി. അങ്ങനെ ഓരോന്നിലും അഖണ്ഡ ജപമാലയുടെ കാര്യം പറഞ്ഞത്, അഖണ്ഡ ജപമാല ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് തയ്യാറായി. തലേദിവസം രാത്രിയിൽ ഞാൻ സായന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന എല്ലാം തെറ്റി പോവാൻ ശ്രദ്ധ വരുന്നില്ല എനിക്ക്. അപ്പോൾ വീണ്ടും ഞാൻ നിർത്തും, വീണ്ടും തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അമ്മേ, എന്താണ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു ശകലം ഉപ്പെടുത്ത് നാക്കെ വെച്ച് പോയി റൂമിൽ പോയി കിടന്നു. പ്രാർത്ഥിച്ചില്ല, നിർത്തി, പോയി കിടന്ന് ചെറുതായിട്ട് ക്ഷീണം, ഞാൻ നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ക്ഷീണം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലോട്ട് ഉറക്കം കയറി, പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. എൻ്റെ ഭർത്താവിന് ആക്സിഡൻ്റ് ആകുന്നു. എനിക്ക് ജപമാലയ്ക്ക് പോകാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാൻ 9 മണിക്ക് എനിക്കിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്നു. 9:55 ആയപ്പം എൻ്റെ ഭർത്താവ് ഒരു വഴിയെ പോയ ആൾ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ ഭർത്താവിനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വീട്ടിൽ മകനോട് പറഞ്ഞു, ഇതുപോലെ അപ്പാടെ വണ്ടി അപ്പായ്ക്ക് എന്തോ ആക്സിഡൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നി, എന്നാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. വന്ന് വിളിച്ചു. ഞാൻ ഹസ്ബൻഡ് വന്ന് വാതിൽ നിൽക്കുമ്പോൾ ഞാൻ ചാടി എണ്ണീറ്റ് വരുമ്പോൾ പറയുന്നു വണ്ടി ആക്സിഡൻ്റായി. അപ്പോൾ വണ്ടി എന്ത് ചെയ്യുക, വേറൊരാളുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. വണ്ടി എന്തെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വീണു, കൈ ഒക്കെ ഉരഞ്ഞെങ്കിലും ഞാൻ അപ്പം തന്നെ ഉപ്പ് തൈലമൊക്കെ തൂത്തു, കയ്യിലെല്ലാം തൂത്തു. രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ കൈയും കാലും എണ്ണയൊക്കെ ഉപയോഗിച്ച് ഭർത്താവിൻ്റെ വായിൽ ഉപ്പൊക്കെ വെച്ച് കൊടുത്തു. അമ്മ എന്നെ നാളെ രാവിലെ അഖണ്ഡ ജപമാലയിൽ എന്നെ ഉൾപ്പെടുത്തണേ, എന്നെ പരീക്ഷിക്കല്ലേ, എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുപ്പിക്കണം. ഞാൻ വന്നു. പിറ്റേ ദിവസം എന്നോട് രാത്രി ഒരു 2:30-3 മണിയായപ്പം ബാത്റൂമിൽ പോയിട്ടിപ്പം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നീ രാവിലെ പൊക്കോ. ഞാൻ അങ്ങനെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ ഈ കാല് വേദന വെച്ച് ഞാൻ അത്രയും ദൂരം നടന്നു. എനിക്കൊരു കുഴപ്പമോ ഒരു ക്ഷീണമോ എനിക്കുണ്ടായില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും 3 മണിക്ക് അലാറം വയ്ക്കും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അപ്പം തന്നെ 2-3 സാക്ഷ്യങ്ങൾ കേൾക്കും. സാക്ഷ്യങ്ങൾ കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. ആ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കും, എന്നാ സരിതയ്ക്ക് സാക്ഷ്യങ്ങൾ ലഹരിയായോ, ഇതിന് അഡിക്റ്റായിപ്പോയി. ഞാൻ സീരിയലിന് അഡിക്റ്റായിരുന്നു. പക്ഷേങ്കിൽ അമ്മമാതാവിനെ എന്ത് ഞാൻ കൂട്ടുപിടിച്ചോ അതിൽ നിന്നെല്ലാം ഞാൻ പിന്മാറി. നല്ല രീതിയിൽ കുറഞ്ഞൊരു 10-15 സാക്ഷ്യങ്ങളും കേൾക്കും ഞാൻ. എൻ്റെ ഭർത്താവാണല്ലോ എന്നോട് ചോദിക്കും, ഞങ്ങൾ രണ്ടും ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ കടയ്ക്കുള്ളിൽ സാക്ഷ്യങ്ങളും ജോസഫച്ചൻ്റെ ടോക്കുകളും ഉപവാസ പ്രാർത്ഥനയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴാണേലും പറയും, ഒരു 2-3 മിനിറ്റ് മിണ്ടായിരിക്കും, എനിക്ക് പ്രാർത്ഥന കേൾക്കണം, പ്രാർത്ഥന കൂടണം. എപ്പോഴും എൻ്റെ കടയ്ക്കകത്ത് സാക്ഷ്യങ്ങളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എപ്പോഴും പാട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ സാക്ഷ്യങ്ങൾ വെക്കാൻ ആരംഭിക്കുമ്പം കടയിൽ ഫോണ് ഓഫാക്കും. എൻ്റെ സാക്ഷ്യങ്ങളാണ് ആ കടയ്ക്കകത്ത് കേൾക്കുന്നത്. ഒരു 10-15 സാക്ഷികൾ ഞാൻ കേൾക്കും. എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ എന്നും കുറഞ്ഞൊരു 4 തവണ 5 തവണയിലും അമ്മ എന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ, എൻ്റെ എല്ലാം അറിഞ്ഞ അമ്മ എനിക്ക് കൂട്ടായിരിക്കണമേ, ഇതേ ഞാൻ പറയാറുള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് സംസാരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൂരമുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ. അവിടെ തൊട്ട് എൻ്റെ കൊന്ത എൻ്റെ കാണും. ഞാനത് ചൊല്ലിക്കൊണ്ടേ വരും. അപ്പം ഞാൻ ആ കൊന്ത ചൊല്ലിക്കൊണ്ടേ വരും. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 5 വിശ്വാസ പ്രമാണവും 5 സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേയും ഒരു 150 നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ചൊല്ലും കടയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. സമയം നോക്കാറില്ല. എപ്പോഴും ഞാൻ എപ്പോൾ 2 മണിക്കാണോ 3 മണിക്കാണോ 4 മണിക്കാണോ എപ്പോഴും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസം വന്ന് ഇവിടുന്ന് പത്രം വാങ്ങിക്കും. എനിക്കൊരു മടിയില്ല കൊടുക്കാൻ. ആദ്യമൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കും. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകുന്ന പത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കൊടുത്തു തീർക്കും. ഭയങ്കര സന്തോഷമാണ്.
ഇപ്പോൾ ഈ ലാസ്റ്റ് കൊണ്ടുപോയി ഞാൻ മനസ്സ് നല്ല സന്തോഷത്തോടെയും തൃപ്തിയോടെയും കൊടുത്തൊരു പത്രം കൊടുത്ത് എനിക്ക് സന്തോഷമായത് ഈ ലാസ്റ്റ് കൊണ്ട് ഡിസംബർ 17 വന്ന് കൊണ്ടുപോയത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ എന്താ ഫുഡുകൾ തട്ടിപ്പറിക്കുന്ന പോലെ അടിച്ചു പറിക്കുക പത്രം, ഞാൻ നീട്ടുന്ന കൃപാസനത്തിലെ പത്രമാണോ എന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുക ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാൻ ക്യാൻസർ രോഗികൾക്ക് ഈ ഓൺലൈനിൽ എനിക്ക് പോയി കാണാനൊന്നും പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടാകണമേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമേ, ക്യാൻസർ രോഗികൾ എല്ലാവരെയും സുഖപ്പെടുത്തണം, ഒരു അസുഖം ഉണ്ടായി ആരും വലയരുത്. അങ്ങനെ എന്നെ കഴിയുന്ന എനിക്ക് എൻ്റെ ഇതിലുള്ളത് രീതിയിൽ ഞാൻ പൈസ ആയിട്ട് സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സുകളാണേലും ഞാൻ എല്ലാ വർഷവും അനാഥാലയത്തിൽ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണേലും പ്രായമുള്ള അച്ഛനമ്മമാർക്കുള്ളതാണേലും ഞാൻ അലമാരി ഈ പോകുന്ന സമയമാകുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ നോക്കിയിട്ട് എത്രയും എൻ്റെ പിള്ളേർക്ക് ഡ്രസ്സുകൾ അധികം വലിച്ചു കൂട്ടി ഇടാനില്ലാത്ത പിള്ളേരാണ്, എന്നാലും അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സുകൾ നോക്കി അവരും എടുത്തു തരും, അതിനൊപ്പം ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. എനിക്ക് അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ മകളായിട്ട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ ആഗ്രഹം. ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ട് അമ്മയോട് സംസാരിച്ചും അമ്മയോട് വേദനകൾ പറഞ്ഞും എൻ്റെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞ തീരുകയല്ല, ഞാൻ 6 നിയോഗങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് 600 നടന്നേക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ലോൺ ഒരാഴ്ചയിൽ 7,000 രൂപ 8,000 രൂപ ലോൺ അടയാനുണ്ട്. ഓരോ ദിവസവും ഞാൻ അമ്മയ്ക്ക് രാവിലത്തെ പ്രാർത്ഥനയിലും 5:30 പ്രാർത്ഥന കറക്റ്റ് അലാറം വെച്ചേക്കുക. കറക്റ്റ് 5:30 എന്നുണ്ടെങ്കിൽ ഞാൻ 5:30 ഡെയിലി ബ്രെഡിന് കൂടും. അപ്പം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വിടും. പിന്നെ ഒത്തിരി ഒന്നും അമ്മയോട് പറയണ്ട, അമ്മ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നോട്ടുള്ള ജീവിതത്തിലും ഞാനും എൻ്റെ മക്കൾ ഇപ്പോൾ എൻ്റെ മോള് ഉടമ്പടി എടുത്തേക്കുവാണ്. ഇന്ന് ആദ്യ ഉടമ്പടിയാണ്, ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മാതാവിനെ ഞാൻ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു.